എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര അടുത്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അടുത്ത അതിഥി അല്ലെങ്കിൽ ഒരു പുതിയ അതിഥിയെ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത അതിഥി തേടി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുമലയ്ക്ക് അടുത്ത് തന്നെയാണ്. തിരുമല ICICI ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സാറിൻ്റെ വീട്ടിൽ കുറേ വിറക് അടുക്കി വെച്ചിട്ടുണ്ട്. ആ വിറകിൻ്റെ അടിയിൽ അല്ല പലകയുടെ അടിയിലേക്ക് ഒരു അതിഥി കടന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചേരയാണെന്നാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ പാമ്പുള്ള മേഖലയാണ്, പക്ഷേ ചേരയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്ക് പക്ക ഉറപ്പാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നമ്മൾ ആ സ്ഥലത്തെത്തി ഒരല്പം കൂടി നടന്നു പോയിട്ടാണ്. അല്പം നടന്ന് ഇത് തന്നെയാണ് വീടും തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. വീട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ അല്ലെങ്കിൽ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ കുറച്ച് വിറക്, അതായത് നമ്മൾ മരക്കഷ്ണങ്ങൾ, നമ്മൾ കട്ടിലേക്കും വാതിലിനും ജനലിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിൻ്റെ വേസ്റ്റ് കുറച്ച് കൂട്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ തടിയിൽ ഒരു തല ഇങ്ങനെ പൊന്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ഇവിടെ കൂട്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും മാളം കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് മണം ഇതൊന്ന് വൃത്തിയാക്കി നോക്കാം നമ്മുടെ കൂട്ടുകാരൻ ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മൾ അതിഥിയെ പിടികൂടി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ചേരയാണെന്ന്. എന്തായാലും ചേര തന്നെയാണ്. ഇതിന് വേറെ പ്രത്യേകത ഉള്ളത്, നല്ല വലിയ ചേര. നോക്കൂ, നല്ല പ്രായക്കൂടുതലുള്ള ഏകദേശം 9 അടിയോളം നീളമുള്ള ഒരു ഫീമെയിൽ പെണ്ണല്ല, ആൺചേരയാണ്. നോക്കൂ, നല്ല താടി. ഈ താഴെ താടി ഇങ്ങനെ ഇറക്കുക എന്നല്ല കടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ദേഷ്യം വന്നിട്ട് ഈ താടി ഇങ്ങനെ ഇറക്കി താഴെ താടി വികസിപ്പിക്കുന്നത് കടിക്കാൻ വേണ്ടിയാണ്. ഏകദേശം 8 അടി 9 അടിയോളം നീളമുള്ള ഒരു ആൺചേര. നമ്മൾ വ്യത്യസ്തനൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെടണം. പക്ഷേ വയറ്റിൻ്റെ അടിയിൽ നല്ല മഞ്ഞ കളറാണ്, നല്ല മഞ്ഞ. മുകൾവശത്ത് മഞ്ഞയും കറുപ്പും, ചെറിയ ഫുൾ കറുപ്പിലും കറുപ്പ് റിങ്ങുകൾ, ഫുൾ മഞ്ഞയിലും കറുപ്പ് റിങ്ങുകൾ മാത്രമേ ഉള്ളൂ. കറുപ്പ് ചെറിയ ശൽക്കങ്ങളുടെ ഇടയിൽ കൂടി ചെറിയ വരകൾ മാത്രമേ ഉള്ളൂ. കാണുക. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ കോട്ടയം ജില്ലയിൽ എരുമേലി പ്ലാച്ചേരി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ, ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ, ഫോറസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ ഒരു പാമ്പിനെ പിടിക്കുകയും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നില്ല, അദ്ദേഹത്തിന് കടിയേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതെന്ന് കേരളീയരെല്ലാവരും കണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു മണിക്കൂർ മുന്നേ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, വാവാ സുരേഷ് ഏട്ടൻ പാമ്പിനെ പോലെ പിടിക്കുമ്പോൾ പാമ്പിനെ പിടിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹത്തെ വൈഫിനോട് പറഞ്ഞിരുന്നൊരു കാര്യം, വാവാ സുരേഷ് ഏട്ടൻ്റെ മുറുക്കൻ പാമ്പിൻ്റെ കടി കേൾക്കുന്നു, അദ്ദേഹത്തിന് കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പറഞ്ഞത്. എന്തായാലും നിർഭാഗ്യവശാൽ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഇത് അനുകരിക്കരുത്. അതുപോലെ ഈ ചേര ഇപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലും പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കടിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മളൊക്കെ ഇതിനെ കൈകാര്യം ചെയ്ത് അവർക്കിപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സിംറ്റംസ് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതവർക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് അനുകരിക്കരുത്. ഇത് ഏകദേശം 8 വയസ്സിന് മുകളിൽ 10 വയസ്സിന് മുകളിൽ താഴെ പ്രായമുള്ള ഒരു ആൺചേര, 9 അടിയോളം നീളമുണ്ട്. എന്തായാലും നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ചേര അതിഥികളെ പരിചയപ്പെട്ടതാണ്. നമ്മളെന്തായാലും ഇനി ഇദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്നില്ല. ഇദ്ദേഹത്തിനെ ഒരു ചാക്കിലാക്കി അല്ലെങ്കിൽ ഒരു കവറിലാക്കി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും.
സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ അടുത്ത ലക്ഷ്യവും കഴിഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ദൗത്യം പൂർണ്ണമായി. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും അനായാസം, വളരെ കുറച്ച്. നമ്മൾ നേരത്തെ ഒരു അതിഥിയെ പിടികൂടി ഒരുപാട് സമയമെടുത്തു, ദേഹമൊക്കെ ചെളിയും ചള്ളയൊക്കെ ആയി. ഇവിടെ അതൊന്നും വേണ്ടി വന്നില്ല. 2-3 കഷ്ണം തടിയെടുത്ത് മാറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു. ഒരു ചെറിയ ചേര, ഒരു 9.25 അടിയോളം മാത്രം നീളം വരുന്ന, ഒരു 10 വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഒരു ആൺ ചേരയെ നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെട്ടതാണ്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഇനി എല്ലാ എപ്പിസോഡുകളിലും ഞാൻ ആവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആവർത്തിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും അനുകരിക്കാവുന്ന ഒരു സംരംഭമല്ല ഇത്. കാരണം ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, വാവാ സുരേഷിനും പാമ്പിനെ പിടിച്ചാൽ ഉടനെ പല്ലിളക്കി കളയുമോ? പല്ലിളക്കി കളയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടി വാങ്ങിയ ഒരാളെന്നുള്ള ബഹുമതി എനിക്കൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പിനെ കണ്ടില്ലെങ്കിൽ ഒരു പാമ്പിനെ കൂടി കൊണ്ടുപോയിട്ട് ആരും കാണാതെ മറുവശത്ത് കൊണ്ട് വെച്ചിട്ട് വന്ന് പിടിക്കുന്ന ഒരു സംരംഭം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതൊക്കെ അനുകരണമാണ്. അതൊന്നും അതനുകരിക്കാം. കാരണം അതിൻ്റെ ഗ്ലാൻഡ്, അതിനുള്ള പാമ്പുകളുടെ ഗ്ലാൻഡും പല്ലും നീക്കം ചെയ്തിട്ടാണ് അതിനെ കൊണ്ടുവച്ചിരുന്നത്. നമ്മൾ ടീം കോളിനനുസരിച്ച് യാത്ര ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പിടികൂടി അവരുടെ മുന്നിൽ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ല ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മുടെ പ്രേക്ഷകർ ഓർത്ത് വെക്കുക. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന് ഒരുപാട് കുട്ടികളാരും പഠിക്കുന്ന കുട്ടികളാരും ഇത് അനുകരിക്കുന്നില്ല. കുറേ ആൾക്കാർ ധനത്തിന് വേണ്ടിയാണോ അതോ പ്രസക്തിക്ക് വേണ്ടിയാണോ എന്നറിയില്ല, കുറേ മുതിർന്ന ആൾക്കാർ ഇത് അനുകരിക്കുന്നുണ്ട്. അങ്ങനെ അനുകരിച്ച 4 പേർ നമ്മുടെ 2016 കേരളത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി എന്നുള്ളത് ഓർക്കുക. കാരണം ഇത് അനുകരിക്കാൻ പറ്റിയ ഒരു കോമഡി ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ മറ്റ് സീരിയൽ നടിമാരെയൊക്കെ അനുകരിക്കും പോലെയല്ല ഇങ്ങനെ ഒരു അനുകരണം. ഇത് തിരിച്ചറിവില്ലാത്ത, അത് വാവാ സുരേഷെന്നോ നിങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജീവിയാണ് പാമ്പുകൾ. കാരണം പാമ്പുകളുടെ ഒരു പ്രത്യേകം, ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിഥികളെക്കുറിച്ച് പറഞ്ഞു, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, കയ്യും കാലുമില്ലാത്ത ഒരു ജീവിയാണ് പാമ്പുകൾ. ഇവ ഒരിക്കലും നിരുപദ്രവകാരിയാണെന്ന് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് വിട വാങ്ങുന്നു. അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര ആരംഭിക്കും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര ഈ രാത്രിയിലും എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയ്ക്ക് പിന്നിൽ മണ്ണാമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ പൂജാമുറിക്കകത്തൊരു അതിഥി തൊഴാൻ വന്നിരിക്കുന്നു എന്ന് ഇവിടെ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞു. എന്തായാലും നമ്മൾ സമയങ്ങളിൽ നമ്മൾ അവിടെ എത്തി. ഇത് മെയിൻ റോഡ്. നമ്മളെല്ലാം കൂടി ഇവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഈ റോഡ് ഒരു 10 മിനിറ്റ് ബ്ലോക്ക് ആവും. അത് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. എന്തായാലും നമുക്ക് ആ വീട്ടിനകത്തേക്ക് കടക്കാം. നമ്മുടെ വീട്ടിൽ വന്ന് ആ പൂജാമുറിയിൽ ദൈവത്തെ എൻ്റെ അനുഗ്രഹം വാങ്ങാൻ വന്ന അതിഥി ആരാണെന്ന് നമുക്കൊന്ന് കാണാം, പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക്. എന്തായാലും ഈ പൂജാമറ്റ് ഭഗവാൻ കൃഷ്ണൻ അവറുകളുടെ പടത്തിൻ്റെ പിന്നിലിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹം തേടി വന്ന അതിഥി ആരാണെന്ന്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ചേരയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം തേടി വന്ന അതിഥി നമ്മൾ പിടികൂടി. മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. വെറും 3 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു പെണ്ണല്ല, ആൺ ചേര തന്നെയാണ്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം നമുക്ക് ഒട്ടനവധി കോളുകൾ ഇനിയും എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. വെളുക്കുന്നത് വരെ സഞ്ചരിച്ചാൽ മാത്രമേ എനിക്ക് എല്ലാ കോളും ഓടിയെത്താൻ കഴിയുള്ളൂ. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര നല്ലൊരു യാത്രയായിരുന്നു. വ്യത്യസ്തരായ അതിഥികളെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ ഒരു സ്ഥലത്ത് നമുക്കൊരു വ്യത്യസ്തനെ കിട്ടി. അടുത്ത് പേരൂർക്കടയ്ക്ക് പിന്നിൽ മണ്ണാമൂലയ്ക്ക് അടുത്ത് ഒരു വീട്ടിൽ പൂജാമുറിയിൽ കടന്നിരുന്ന 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ആൺ ചേരയെ നമ്മൾ പിടികൂടി. എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഈ അതിഥിയെ കവറിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായുള്ള യാത്ര ആരംഭിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.